ഇനി ചോറ്റാനിക്കരയിലേക്ക് പോകാം. അവിടെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ മകം തൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2-ന് മകം ദർശനത്തിനായി നട തുറക്കും. മകം ദർശനത്തിനായി ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഭക്തർ ക്യൂവിൽ ഇടം പിടിച്ചിരുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, ഇവിടെ ആറ്റുകാൽ പൊങ്കാലയുടെ ആവേശമാണ്. അമ്മയെ കണ്ട് വണങ്ങി മടങ്ങാൻ, പൊങ്കാലയർപ്പിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ വലിയ തിരക്കാണ് ഇവിടെ. അവിടെ ഇന്നലെ തന്നെ ക്യൂവിൽ ഇടം പിടിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ എത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാണ് മകം തൊഴൽ എന്ന് വ്യക്തമാകുന്നുണ്ട് അല്ലേ? കൃഷ്ണരാജ്, ചോറ്റാനിക്കരയിലെ വിശ്വപ്രസിദ്ധമായ മകം തൊഴൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതലാണ്. 2 മുതൽ രാത്രി 9:30 വരെയാണ് മകം തൊഴൽ. കുംഭമാസത്തിലെ മകം നാളിൽ സർവാഭരണ വിഭൂഷിതയായി ദേവി ഭക്തർക്ക് അനുഗ്രഹം നൽകും. എന്തായാലും ഇന്നലെ ഉച്ച മുതൽ തന്നെ വിവിധ നാടുകളിലുള്ള, അതായത് കേരളത്തിൻ്റെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സ്ത്രീകളാണ് പ്രധാനമായും ചോറ്റാനിക്കര മകം തൊഴലിന് എത്തുന്നത്. പക്ഷേ ഈ കുറേ കാലങ്ങളായി സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വരാറുണ്ട്. കുംഭമാസത്തിലെ മകം നാളിൽ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തങ്കഗോളക ചാർത്തി താമരമാല അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ദേവി ഇന്ന് ഭക്തർക്ക് ദർശനം നൽകുക. നല്ല തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മകം തൊഴലിനായി ഇപ്പം നട തുറന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തിരക്കാണ്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നട അടയ്ക്കും. അതിനുശേഷം 2 മണിക്ക് മകം തൊഴലാണ്. ആ മകം തൊഴൽ സമയത്ത് 2 മണിക്ക് നട തുറക്കും. പിന്നെ രാത്രി 9:30 വരെയാണ് മകം തൊഴൽ നടക്കുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും അവസാനം ക്യൂവിൽ നിൽക്കുന്ന ഭക്തനും ദർശനം നൽകിയ ശേഷം മാത്രമായിരിക്കും ഇന്ന് ക്ഷേത്ര നട അടയ്ക്കുക. എന്തായാലും വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. കുറേ നാളുകളായി വരുന്നതാണോ ചേച്ചി? കുറേ വർഷങ്ങളായിട്ട് വരുന്നതാണ്. ഇവിടുന്ന് വരുന്നത് കോഴിക്കോട്ട് നിന്ന്. ഇന്ന് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയതിൽ വലിയൊരു എന്തോ പറയുക, ആ ഒരു ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷം പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. നല്ലൊരു അനുഭൂതിയാണ് ഇവിടെ എത്തിയത്. പിന്നെ എന്തോ പറയുക, ഇവിടുത്തെ ജനത്തിരക്കിൻ്റെ ഉള്ളിൽ നന്നായിട്ട് രാവിലെ തൊഴുതു. ഇനി 2 മണിക്ക് ശേഷം തൊഴാനുള്ള ഒരു ഇതുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് വടകരയിൽ നിന്ന് വന്നതാണ്. ആദ്യമായിട്ടാണ്? അല്ലല്ല, 3ാമത്തെ പ്രാവശ്യമായിരുന്നു. ഏതായാലും വളരെ സന്തോഷം. അമ്മനെ കണ്ട് തൊഴാൻ പറ്റിയതിൽ എല്ലാ വർഷവും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു തിരക്ക്. കാരണം എല്ലാ വർഷവും വർഷങ്ങളായി വരുന്ന സ്ത്രീകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ചോറ്റാനിക്കര മകം തൊഴലിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ ഈ വില്ലുമംഗലം സ്വാമിയാർക്ക് സർവാഭരണ വിഭൂഷിതയായി ദേവി വിശ്വരൂപത്തിൽ ദർശനം നൽകി എന്നതാണ് ഈ മകം തൊഴലിൻ്റെ ഐതിഹ്യം. അത് കൃത്യമായി പറഞ്ഞാൽ 2 മണി, ഉച്ചയ്ക്ക് 2 മണിക്കാണ് മകം തൊഴലിനായി നട തുറക്കുന്നത്. പിന്നീട് 9:30 വരെയാണ് ഈ മകം തൊഴൽ ദർശനം. പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക ക്യൂ സംവിധാനങ്ങളൊപ്പം തന്നെ നമുക്കറിയാം നല്ല ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തർക്കായി വെള്ളവും ഒക്കെ നൽകാനുള്ള സജ്ജീകരണങ്ങൾ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാവർക്കും തന്നെ മകം തൊഴലിന് ക്യൂ നിന്നാണെങ്കിൽ പോലും ദേവിയെ ദർശിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സുരക്ഷയ്ക്കായി 700ഓളം പോലീസുകാരുണ്ട്. ആലുവ റൂറൽ SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഭക്തരുടെ സുരക്ഷയ്ക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ആ ഒരു തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകൾ പുറത്തുള്ള ക്യൂ തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ 1 മണിയോടുകൂടി നട അടയ്ക്കും. അതുവരെയുള്ള ഒരു തിരക്കാണ് ഇപ്പോൾ ഉള്ളത്. 1 മണിക്ക് ശേഷമായിരിക്കും ഈ മകം തൊഴലിനായിട്ടുള്ള ക്യൂ ആരംഭിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ഭക്തർ ഇവിടെ ക്യൂവിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പുറത്തും ക്യൂ സംവിധാനം ഉണ്ട്. ആ പുറത്തെ ക്യൂ തുറന്ന് ആളുകളെ തിക്കും തിരക്കുമൊന്നും ഇല്ലാതെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിനായുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും മകം തൊഴലിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായതായാണ് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന മകം തൊഴൽ 9:30 വരെ തുടരും. കൃഷ്ണരാജ്. ശരി, ചോറ്റാനിക്കര മകം തൊഴൽ ദർശനം ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ.